കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, അനുഗ്രഹിക്കപ്പെട്ട മലയാളിയുടെ ഒരു പുതുവർഷ ദിവസത്തിന്റെ അതിരാവിലെ ദൈവനാമം മഹത്വപ്പെടുവാനായി ദൈവത്തിന്റെ ഒരു ആലയവും സ്വർഗീയ അഗ്നി ശുശ്രൂഷയുടെ ഒരാസ്ഥാനവും അഭിമന്യ തിരുമനസിന് താമസിച്ച ദൈവിക ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ഒരു ബിഷപ്പ് ഹൗസും പണിയുന്നതിന് വേണ്ടി ദൈവം നമ്മയൊക്കെയും എടുത്തുപയോഗിച്ചിരിക്കുകയാണ്. അനുഗ്രഹീതമായ ശുശ്രൂഷ ഉടൻ തന്നെ തുടങ്ങുകയാണ്. എല്ലാ വിശ്വാസികളും പ്രാർത്ഥനയോടുകൂടി മാത്രമേ ഈ ചടങ്ങിൽ പങ്കെടുക്കാവൂ എന്ന് ആത്മാർത്ഥമായി അറിയിക്കുകയാണ്. നമ്മുടെ ആരുടെയും കഴിവല്ല, സർവശക്തനായ ദൈവം ഈ സ്ഥലത്ത് എഴുന്നള്ളി വന്ന് മുഖ്യ കാർമ്മികനായി ദൈവത്തിന്റെ തിരുക്കരങ്ങൾ കൊണ്ട് ഈ ശുശ്രൂഷകളൊക്കെയും നിർവഹിക്കുവാൻ ഇടയാകുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കാം. അങ്ങനെ തന്നെ സംഭവിക്കും. അതാണ് നമ്മുടെ വിശ്വാസവും. ദൈവം തമ്പുരാന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ, സാന്നിധ്യത്തിൽ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായ അഭിമന്യ തിരുമനസും വന്യവൈദിക ശ്രേഷ്ഠരും ബലഹീനരായ നമ്മളൊക്കെയും ഒരുമിച്ച് ചേർന്ന് ഈ ശുശ്രൂഷ അനുഗ്രഹകരമാകുവാൻ തക്കവണ്ണം പ്രാർത്ഥനയോടെ മാത്രം എല്ലാവരും ഒരു മനസ്സോടെ ഒന്നായി നിന്നുകൊണ്ട് പ്രാർത്ഥനയോടെ ഇതിൽ പങ്കെടുക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങൾ സ്തുതി. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആക്കുമെന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാവങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ, നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ദുർബലമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴെപ്പോൾ ഞങ്ങളുടെ മനസ്സമേത്തും ദൈവം തമ്പുരാൻ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ബലഹീനന്മാരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും നീക്കം ചിരിയപ്പെടമാറാകണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അടിയങ്ങളുടെ വാസത്തിനായി ഇപ്പോൾ അടിസ്ഥാനമിട്ട് പണി ആരംഭിക്കുന്ന ഈ ഭവനത്തിന്റെ നിർമ്മാണത്തെ നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ബേഥേലിൽ വെച്ച് യാക്കോബ് തലയിണയായി ഉപയോഗിച്ച കല്ല് ഒരു തൂണായി നാട്ടി അതിന്മേൽ എണ്ണയൊഴിക്കുകയും അത് ദൈവഭവനമായി തീരുകയും ചെയ്തതുപോലെ ഈ കല്ലിനെ ഞങ്ങൾ ഈ ഭവനത്തിന്റെ അടിസ്ഥാന ശിലയായി വയ്ക്കുന്നു. കർത്താവേ, ഈ ദൈവിക ഭവനത്തിന്റെ നിർമ്മാണത്തിൽ അവിടുന്ന് നായകനും നടത്തിപ്പുകാരനും മധ്യസ്ഥനുമായിരിക്കണമേ. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാർ വൃഥാ അധ്വാനിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവേ, ഇതിന്റെ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ നീ വാഴ്ത്തണമേ. ഇതിന്റെ പണിയിൽ ഉണ്ടാകുന്ന കുറവുകളും അപകടങ്ങളും അവിടുന്ന് മാറ്റിത്തരണമേ. നിന്റെ വിജയശ്രീമായാൽ ഈ ഭവനത്തെ നീ കാത്തുകൊള്ളണമേ. എല്ലാവിധ പ്രവർത്തനങ്ങളും നിന്റെ തിരുനാമോത്വത്തിനായി തീരണമേ. എല്ലാ നിർമ്മാണ വസ്തുക്കളെയും ഇതിന്റെ പണിക്ക് വേണ്ടിയുള്ള എല്ലാ സാധന സാമഗ്രികളെയും നീ വാഴ്ത്തണമേ. സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും നീ തന്നെ ക്രമപ്പെടുത്തണമേ. ഇതിനെ സഹായിക്കുന്ന എല്ലാവർക്കും 30, 60, 100 ഇരട്ടിയായി പ്രതിഫലം നൽകുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കൾക്ക് വസിക്കുവാനുള്ള ഭവനം എന്ന നിലയിൽ നീ ഇതിന്റെ പണികളെ ദുഷ്ടന്റെ ഉപദ്രവങ്ങളിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും കാത്തുകൊള്ളണമേ. പൈശാചികമായ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും അവിടുന്ന് ഞങ്ങൾക്ക് കാവൽക്കാരനും സംരക്ഷകരുമായിരിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ഹോശോ വബുകൂല സുബ്ഹാൻ ലവൽ ജനനീ മറിയാം സ്നാപകനാം യോഹാനോൻ എന്നിവരർത്തിക്കും നിന്നോട് ഞങ്ങൾക്കായി കൃപ ചെയ്തിടണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പൂഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നത്യവും സദാ ഇപ്പോഴും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. മനുഷ്യനേകനായിരിക്കുന്നത് ഒന്നല്ല എന്ന് കണ്ട് അവനെ തുണയായും സഖിയായും ഹവ്വായെ സൃഷ്ടിച്ച് അവന് സഹധർമ്മിണിയായി നൽകി കുടുംബജീവിതത്തിന്റെ പ്രാരംഭം കുറിച്ച് ദൈവത്തിന് സ്തുതി. ഈ നിന്റെ മക്കളുടെ ഉപയോഗത്തിനായി പണി ആരംഭിക്കുന്ന ഈ ഭവനത്തിന്റെ ശിലാസ്ഥാപനം നടത്തുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുസ്സുകളുടെ ദിവസങ്ങളിലൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബകുലഹുന്യവുമോ സദായായി ലവൽമേ. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാധ്വാനിക്കുന്നതെന്ന് സങ്കീർത്തനക്കാരൻ ഞങ്ങളെ ഉപദേശിക്കുന്നു. കർത്താവേ, അവിടുന്ന് പണി ആരംഭിച്ചിരിക്കുന്ന ഈ ഭവനത്തെ ആശീർവദിക്കണമേ. ഈ ഭവനത്തിന്റെ പണി ആരംഭിക്കുന്ന ഈ ദിവസം ഈ മുഖാന്തരം നിന്റെ മക്കളെല്ലാവരും വാഴ്ത്തി അനുഗ്രഹിക്കപ്പെടുമാറാകണമേ. ഗോത്രപിതാവായ യാക്കോബിനോട് അരുളിച്ചെയ്തവനായ കർത്താവേ, ഈ ഭവനത്തിൽ പാർക്കുവാൻ പോകുന്ന നിന്റെ മക്കൾ ഈ നാടിനൊരു അനുഗ്രഹമായി തീരണമേ. ഈ വീടിന്റെ പണിയിൽ അവിടുത്തെ സഹായം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ഇതിന്റെ പണിക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികളും യഥാസമയം ലഭിക്കുമാറാകണമേ. ഈ ഭവനം പണിയുന്നവരെയും പണിയിപ്പിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ. പണിയിലുണ്ടാകാവുന്ന എല്ലാ കുറവുകളും തടസ്സങ്ങളും നീക്കി ഇതിന്റെ പണി പൂർത്തിയാക്കുവാൻ സഹായിക്കണമേ. അവിടുത്തെ സ്ലീബായാൽ ഇതിനെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ ഭവനം നിന്റെ മഹത്വത്തിന് ഒരു മുഖാന്തരമായി തീരണമേ. ഈ വീടിന്റെ അടിസ്ഥാന ശില സ്ഥാപിക്കുന്നതായ
ഈ സമയം ഈ കർമ്മം നിന്നെ ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിർവഹിക്കുന്നു. ഇപ്പോൾ ഈ ഭവനത്തിന് വേണ്ടിയും ഇതിൻ്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയും ഇതിൽ വസിക്കുവാൻ പോകുന്നവർക്ക് വേണ്ടിയും കരുണയും കൃപയും നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ഈ നിന്റെ യാചരുടെ യാചന തിരുസന്നിധിയിലെത്തുകയും ഈ ഭവനം പണിക്കുറവ് തീർന്ന് അനുഗ്രഹകരമായൊരു ഭവനമായി തീരുകയും ചെയ്യുമാറാകണമേ. കർത്താവേ, ഞങ്ങളിൽ കനിവ് തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇതിൻ്റെ മക്കളുടെ അഭിലാഷം സാക്ഷാത്കരിച്ച് ഇതിനെ നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇതിൽ നിന്നും ദുഃഖങ്ങളും പ്രയാസങ്ങളും നീക്കി ഇതിനെ നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. സകല നന്മകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും ഇതിൽ പരിശ്രമിക്കുന്ന എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്ക് ആശ്വാസവും നല്ല ഓർമ്മയും നൽകുമാറാകണമേ. പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും കനിയുമാറാകണമേ. ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ ശ്രീമാന്റെ അടയാളത്താൽ മുദ്ര കുത്തിക്കൊണ്ട് ഈ അടിസ്ഥാന ശില ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ ഭവനത്തിന്റെ അടിസ്ഥാന ശില വയ്ക്കപ്പെടുന്നു. പാലിക്കുമോ വിളിക്കുന്നവർക്ക് അവരുടെ യാചനകൾക്ക് മറുപടി നൽകുന്നതിനുമായി കർത്താവേ, ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ പ്രാർത്ഥനകളെ സ്വീകരിച്ചു തരണമേ. ഞങ്ങളെ എല്ലാവരെയും നീ കാത്തുകൊള്ളണമേ. കുറവ് തീർത്ത് പണിയുവാൻ ആവശ്യമായ അറിവും ആരോഗ്യവും ഇതിന്റെ പണിക്കാർക്ക് നൽകണമേ. ഉത്സാഹത്തോടും ആത്മാർത്ഥതയോടും ജോലി ചെയ്യുവാൻ അവർക്ക് സന്മനസ് നൽകണമേ. പ്രതികൂലതകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും എല്ലാവരെയും സംരക്ഷിച്ചു കൊള്ളണമേ.
ഇതിന് മക്കൾ പരസ്പരം സ്നേഹിക്കുന്നവരും കരുതുന്നവരും ബഹുമാനിക്കുന്നവരും ക്ഷമിക്കുന്നവരും പരസ്പരം ഭാരങ്ങളെ വഹിക്കുന്നവരുമാകണമേ. ദൂരസ്ഥരും സമീപസ്ഥരുമായ ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാണമേ. ഓശോ വബുകൂല സുബാൻ ലവൽമീ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും വേണ്ടി ദൈവമാതാവായ ശരീരമായി തീർന്ന് മനുഷ്യനായ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ട് മനുഷ്യടക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് എന്റെ ജീവനെയും മനുഷ്യരെയും സ്ഥലത്തെ ജീവിക്കുന്ന മോചനത്തിനും മാമോദീസ നിങ്ങൾ സ്തുതിയുടെ രാജമകൾ ഹാലേ ലൂയ്യായോ ഹാലേ ലൂയ്യ നിൻവലമൈ രാജഫാമിലിയും ബറോവൽ റൂഹോ കാദീശോ പുകഴ്ച ഭാജനമേ മന്നമകൾക്കായി ശ്ലോമോ നിങ്ങളുടെ ബറോവൽ റൂഹോ കാദീശോ നിർത്തിയിടരുതേ പരിശുദ്ധേ നീതിമാൻ വന പോലെ തളിർത്തിടുമേ ഹല്ലേലൂയ വളരുമവൻ ലബാനോന്റെ കാരകിൽ ബറോവൽ റൂഹോ കാദീശോ ഒരുപോലിങ്ങും ഓർത്തോമാശ്ലീഹ
പ്രാർത്ഥനയും സമയമീതല്ലോ മോർത്തോമാശ്ലീഹ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം ഏറ്റവും അനുഗ്രഹീതവും ദൈവത്തിന്റെ നിശ്ചയപ്രകാരം ഈ സ്ഥലത്ത് ഗെത്സമൻ സെന്റർ എന്ന പേരിൽ ഒരു താമസ സ്ഥലവും അതിനോടനുബന്ധിച്ച് ധ്യാന കേന്ദ്രം, ദേവാലയം എല്ലാം ഉൾപ്പെടുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. നമ്മൾ തീരുമാനിച്ചാൽ ഒന്നും നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ 8 മാസമായി നമ്മൾ ഈ സ്ഥലം വാങ്ങാനായിട്ട് 8 മാസം മുമ്പ് കർത്താവ് നമ്മളെ സഹായിച്ചു. ഓരോ ഘട്ടം ഘട്ടമായി അതിനുള്ള വഴികൾ കർത്താവ് തുറന്നു വന്നു. കഴിഞ്ഞ 8 മാസമായി ഇവിടെ നടക്കുന്ന പണികൾ അതും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ഇവിടെ ഒരു കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുമോ എന്ന് പോലും നമ്മൾ സംശയിച്ചാണ് അത് ആരംഭിച്ചത്. എന്നാൽ നമുക്ക് സംശയമില്ലായിരുന്നു. ഇതിൽ ചുറ്റുപാടുള്ളവർക്ക് അല്ലെങ്കിൽ വന്ന് കാണുന്നവർക്കൊക്കെ മറ്റു സ്ഥലങ്ങളിൽ തൊട്ടടുത്ത പറമ്പിൽ കിണർ കുഴിച്ചപ്പോൾ 2 തൊടി കുഴിച്ചപ്പോഴവിടെ പാറ കണ്ടിട്ട് അത് മൂടിയിട്ടിട്ട് പോയ അതേ സ്ഥലത്തിൻ്റെ നേരെ എതിർവശത്താണ് നമ്മൾ കിണർ കുഴിച്ചത്. ദൈവത്തിൻ്റെ പദ്ധതി, ദൈവം കാണിച്ചു തന്ന സ്ഥലം. ആദ്യമായി ഇവിടെ കാലുകുത്തിയപ്പോൾ ഞാനും സുബിനുമൊക്കെ ഒരുമിച്ചിവിടെ വന്നപ്പോഴും ഞാൻ പറഞ്ഞു, ഇവിടാണ് നമ്മൾ കിണർ കുഴിക്കാൻ പോകുന്നത്, ഇവിടെ തന്നെയാണ് വെള്ളം കിട്ടുന്നത്. 18 അടി കുഴിച്ചപ്പോൾ മരുഭൂമിയിൽ നീരുറവയെ തുറന്ന ദൈവം ഈ കുന്നിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഇതിൻ്റെ താഴ്വരയിൽ ഏകദേശം ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് നമ്മുടെ ഈ സ്ഥലത്തുനിന്ന് 400 മീറ്റർ താഴ്ചയിലാണ് നിൽക്കുന്നത്. അപ്പം വളരെ വലിയൊരു കുന്നിൻ്റെ പുറത്താണ് നമ്മൾ ഇങ്ങനെ വരുമ്പോഴേ ഈ സ്ഥലത്തെക്കുറിച്ച് അത്രയും അറിയാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ അവിടെ നമുക്ക് 2 ആൾ വെള്ളം കഠിനമായ ഉണക്കിൻ്റെ സമയത്ത് ദൈവം തന്നു. ആദ്യമായിട്ട് എത്ര ദൈവത്തോട് നന്ദി പറഞ്ഞാലും അറിയത്തില്ല. നമ്മൾ എത്ര സ്ഥലം വാങ്ങിച്ചാലും വെള്ളം കിട്ടാത്തൊരു സ്ഥലത്ത് നമുക്കൊന്നും തുടങ്ങാനോ എന്തെങ്കിലും ചെയ്യാനോ സാധിക്കത്തില്ല. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണെന്ന് അതിലൂടെയൊക്കെ നമുക്ക് ബോധ്യമാകുന്നു. ഇവിടെ ഈ സ്ഥലം വാങ്ങിച്ചപ്പോൾ അടുത്ത പറമ്പിൽ കൂടെ ക്രോസ് ചെയ്ത് നടന്നു വരാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 8 മാസമായിട്ട് ദൈവം അതിനുള്ള വഴികളെല്ലാം തുറന്നു തന്നു. ഓരോ ദിവസവും കർത്താവിനെ പുതുക്കി പണിതുകൊണ്ടിരിക്കുക. ഒരു ദിവസം നമ്മൾ തീരുമാനിക്കുന്നില്ല, അടുത്ത ദിവസം പുതിയ പദ്ധതികൾ നടക്കുക. ഇത് വരയ്ക്കാനായി ഏൽപ്പിച്ച ആള് ഇവിടെ കാണുമെന്ന് എനിക്ക് തോന്നുന്നു, എത്തിക്കാണും എന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹം പറയാണ്, ഈ സ്ഥലം ഒരു 6 മാസം മുമ്പ് എനിക്കെന്തോ ദൈവം സ്വപ്നത്തിൽ വെളിപ്പെടുത്തി. ഇവിടെ വന്നപ്പോൾ തന്നെ പുതിയ ആശയങ്ങൾ എൻ്റെ ബുദ്ധിമണ്ഡലത്തിൽ ഇങ്ങനെ ഒഴുകി വരിക. അതനുസരിച്ച് മുന്നോട്ട് പോകാൻ അവരെയും ദൈവം സഹായിച്ചു. ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ഇതിൻ്റെ പേര് ഗെത്സമൻ എന്നാണ്, ഗെത്സമൻ സെന്റർ. കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുവാൻ തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഗെത്സമൻ. പിതാവായ ദൈവത്തോട് സംസർഗം ചെയ്യുവാൻ അവസാന നാളിൽ
ദൈവപുത്രനെ കുറിച്ചുള്ള പദ്ധതി വെളിപ്പെടുവാൻ പിതാവിനോട് ആലോചന ചോദിച്ച സ്ഥലമാണ് ഗത്സമൻ. ഇത് അനേകരുടെ ജീവിതത്തിലും ഒരു അനുഗ്രഹമായ സ്ഥലമായി തീരുവാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ പദ്ധതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ഈ കുദാശ ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോട്ട ആത്മാക്കളെയും ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായുള്ളവയെ കുറ്റമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥന ഉന്നതമായ സിംഹാസനം ഭാഗെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളുടെ കർത്താവെ ഉത്തരമറിയിച്ചത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവെ നിനക്ക് സ്തുതി. എന്നേക്ക് ഞങ്ങളുടെ ശരണമേ നിനക്ക് സ്തുതി.